ശനിയാഴ്ച നടക്കുന്ന അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ കൊൽക്കത്തയിലെയും സമീപ പ്രദേശങ്ങളിലെയും 10 നഗരമണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏറെക്കാലം സാമുദായിക സൗഹാർദ്ദത്തിന് മാതൃകയായിരുന്ന കൊൽക്കത്ത നഗരത്തിൽ ഇന്ന് സാമുദായിക സംഘർഷങ്ങൾ നിത്യസംഭവമാകുകയാണ്. 34 വർഷക്കാലം ബംഗാൾ ഇടതുപക്ഷം ഭരിച്ചു. അക്കാലത്ത് ഒരു വർഗീയ കലാപം പോലും ബംഗാളിൽ ഉണ്ടായിട്ടില്ല. 2011 ഭരണമാറ്റത്തോടെ ബംഗാളിന്റെ രാഷ്ട്രീയം മാത്രമല്ല സാമൂഹ്യ അവസ്ഥയും മാറി. വർഗീയത ആളിക്കത്തിക്കുന്നതിൽ BJPയും കോൺഗ്രസും മത്സരിച്ചപ്പോൾ ബംഗാൾ കലാപകലുഷിതമായി. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ബംഗാളിൽ 2021 65ഉം 2022 30ഉം വർഗീയ കലാപങ്ങളുണ്ടായി. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത. 1984 രാജ്യത്തെ പല നഗരങ്ങളിലും സിഖുകാർ വ്യാപകമായി ആക്രമിക്കപ്പെട്ടപ്പോഴും 92 സംഘപരിവാർ ബാബറി മസ്ജിദ് തകർത്ത ശേഷം രാജ്യത്ത് കലാപങ്ങൾ പടർന്നപ്പോഴും കൊൽക്കത്ത നഗരം ശാന്തമായിരുന്നു. സംഘപരിവാറിന്റെ വളർച്ചയും മമതാ ഭരണത്തിന് കീഴിൽ ക്രമസമാധാനം തകർന്നതും കൊൽക്കത്ത നഗരത്തെ രാജ്യത്തെ കലാപബാധിത മേഖലകളിലൊന്നാക്കി മാറ്റി. നഗരത്തിലെ ഷിപ്പൂർ, മോമിൻപൂർ, ഇക്ബാൽപൂർ മേഖലകളിൽ സമീപകാലത്തുണ്ടായ കലാപങ്ങൾ ജനങ്ങൾക്കിടയിൽ സാമുദായിക ഭിന്നിപ്പുണ്ടാക്കി. That time during CPIM and this time there are lots of difference. That time minorities were safe. Minority was safe. All the minorities were safe. There was no problem. But this time all the minorities are get scared of this party. What will happen? And even sometime BJP is also coming. BJP is also doing some disturbance. TMC is doing disturbance. ഹിന്ദുവും മുസ്ലിമും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ആ നല്ല കാലം, അക്കാലം തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നഗരത്തിലെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത്. പ്രചാരണ പരിപാടികളിലെ വൻ ജനപങ്കാളിത്തം ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്നു. സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യത്തോടെ BJP ഭൂരിപക്ഷ വർഗീയതയും തൃണമൂൽ കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയതയും ആളിക്കത്തിക്കുമ്പോൾ കൊൽക്കത്ത നഗരത്തിന് നഷ്ടമാകുന്നത് മഹത്തായ മതേതര പാരമ്പര്യമാണ്. കൊൽക്കത്തയിൽ നിന്ന് ക്യാമറാമാൻ വിനേഷ് നേതാജിക്കൊപ്പം K. രാജേന്ദ്രൻ.